കുറച്ച് പഴയ കമ്പോണൻറ്റുകൾ ഉപയോഗിച്ച് ഞാൻ ബിൽഡ് ചെയ്ത ഒരു പവർഫുൾ പി സിയാണിത്. ഇതിൻ്റെ വിശദവിവരങ്ങൾ ഞാൻ വീഡിയോയിൽ പറയാം. ഇതിൽ ഞാനിന്ന് 1440p റെസൊല്യൂഷനിൽ കളിക്കുന്നത് ട്രെയിൻ സിം വേൾഡ് എന്ന ഗെയിമാണ്. പലതരം ട്രെയിനുകൾ പല സ്ഥലങ്ങളിലൂടെ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന സിമുലേഷൻ ഗെയിമാണ് ട്രെയിൻ സിം വേൾഡ്. ഇന്ന് ഞാൻ ട്രെയിൻ ഓടിക്കുന്നത് അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റിലെ മനോഹരമായ മലനിരകളുള്ള കാജോൺ പാസ് റൂട്ടിലാണ്. 6 ARGB ഫാനുകളുള്ള ആൻറ്റി സ്പോർട്സിൻ്റെ ക്രിസ്റ്റൽ എക്സിസ് എന്ന മനോഹരമായ ക്യാബിനറ്റാണ് ഞാൻ ഈ ബില്ലിന് ഉപയോഗിച്ചത്. ഇപ്പം ഞാൻ ട്രെയിൻ ഡ്രൈവറുടെ സീറ്റിലാണുള്ളത്. കീബോർഡും മൗസും ഉപയോഗിച്ച് ട്രെയിനിൻ്റെ അകത്തെയും പുറത്തെയും കാഴ്ചകൾ നമുക്ക് കാണാം. ഏകദേശം 200 ടൺ ഭാരവും 4400 ഹോഴ്സ് പവറുമുള്ള ES44C4 എന്ന ഭീമാകാരൻ ലോക്കോമോട്ടീവാണ് ഈ ട്രെയിനിലുള്ളത്. ഇതൊരു വമ്പൻ ചരക്ക് ട്രെയിനാണ്. ഇതിൻ്റെ വലിപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിക്കാം. ആദ്യം നമുക്ക് ഈ ട്രെയിൻ എങ്ങനെ ഓടിക്കാമെന്ന് നോക്കാം. ഈ ട്രെയിനിൽ ഒരു ഡീസൽ ഇലക്ട്രിക് ലോക്കോമോട്ടീവാണുള്ളത്. അതായത് ഡീസൽ എഞ്ചിൻ ഒരു ജനറേറ്റർ കറക്കി കറണ്ട് ഉണ്ടാക്കുന്നു. ആ കറണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മോട്ടറാണ് ഈ ട്രെയിനിനെ ഓടിക്കുന്നത്. അതുകൊണ്ട് നമുക്കാദ്യം ഈ ജനറേറ്റർ ഫീൽഡ് ഓൺ ചെയ്യാം. ട്രെയിൻ ഓടിക്കുമ്പോൾ കാറ്റ് മുഖത്തടിച്ചാലേ എനിക്കൊരു സുഖമുള്ളൂ. അതുകൊണ്ട് സാധാരണ ഞാൻ ഈ ജനലുകൾ തുറന്നിടും. 7 വർഷം പഴക്കമുള്ള Ryzen 5 3600X ആണ് ഈ പി സിയുടെ പ്രോസസ്സർ. സെക്കൻഡ് ഹാൻഡ് ഒരെണ്ണം വാങ്ങിയാൽ നല്ലൊരു ഗെയിമിംഗ് പി സി ഇന്നും നമുക്കുണ്ടാക്കാം. ട്രെയിനിൻ്റെ ഹെഡ്ലൈറ്റ് ഇപ്പോൾ ഡിം സെറ്റിങ്ങിലാണുള്ളത്. നമുക്കിത് ഫുൾ ബ്രൈറ്റ് ആക്കാം. ഈ ട്രെയിനിൽ 2 ബ്രേക്കുകളാണുള്ളത്, ഇൻഡിപെൻഡൻറ്റ് ബ്രേക്കും ഓട്ടോമാറ്റിക് ബ്രേക്കും. നമുക്കാദ്യം ഓട്ടോമാറ്റിക് ബ്രേക്ക് റിലീസ് ചെയ്യാം. എന്നിട്ട് റിവേഴ്സർ നമുക്ക് ട്രെയിൻ മുമ്പോട്ട് ഓടാൻ ഫോർവേഡ് പൊസിഷനിലാക്കാം. അതിനുശേഷം ഇൻഡിപെൻഡൻറ്റ് ബ്രേക്കും റിലീസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ത്രോട്ടിൽ കൂട്ടി ട്രെയിൻ ഓടിക്കാം. ഇൻഡിപെൻഡൻറ്റ് ബ്രേക്ക് എഞ്ചിന് മാത്രമുള്ളതും ഓട്ടോമാറ്റിക് ബ്രേക്ക് മൊത്തം ട്രെയിനിലുള്ളതുമാണ്. ഒരുപാട് ലോഡുള്ളതുകൊണ്ട് സ്പീഡ് കൂടാൻ സമയമെടുക്കും. കാജോൺ പാസ് മരുഭൂമി പോലത്തെ സ്ഥലമായതുകൊണ്ട് സ്ക്രീനിൽ അപ്പടി പൊടിയാണ്. നമുക്ക് ഈ വൈപ്പർ ഉപയോഗിച്ച് സ്ക്രീൻ ഒന്ന് ക്ലീൻ ചെയ്യാം. ഈ പി സിയുടെ മദർ ബോർഡ് MSIയുടെ X570A Pro എന്ന പഴയൊരു പ്രീമിയം മോഡലാണ്. കോർസെയറിൻ്റെ ARGB LED ലൈറ്റുകളുള്ള 16GB DDR4ൻ്റെ 2 റാം മോഡ്യൂളുകളും 1 TB കപ്പാസിറ്റിയുള്ള സാറ്റലൈറ്റ് സിസ്റ്റം ഈ പി സിയിലുണ്ട്. ഇതൊരു വമ്പൻ ചരക്ക് ട്രെയിനാണ്. നമുക്കിതിൻ്റെ പുറകു വരെ ഒന്ന് പോയി നോക്കാം. ഇന്ന് നമ്മൾ ട്രിപ്പ് പോകുന്നത് എൽ പാസോ തൊട്ട് സാൻഡിഗോ വരെയാണ്. 50ൽ കൂടുതൽ വലിയ വാഗണുകൾ ഈ ട്രെയിൻ ട്രിപ്പിലുണ്ട്. ക്യാബിനുള്ളിൽ ലൈറ്റും ഫാനും ഒക്കെ ഉണ്ട്. നല്ല ചൂടുള്ളതുകൊണ്ട് ഫാൻ ഓൺ ചെയ്ത് നമുക്ക് ഈ ഫാൻ ഫുൾ സ്പീഡിൽ ഓടിക്കാം. വയസ്സായി കണ്ണ് കാണാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സാധാരണ ഗേജ് ലൈറ്റും ഓൺ ചെയ്യും. അപ്പോൾ എല്ലാ ബട്ടണുകളിലും കാണാൻ എളുപ്പത്തിന് ലൈറ്റ് കത്തും. ഏത് വണ്ടി ഓടിക്കുമ്പോഴും രസമുള്ള ഒരു കാര്യമാണ് ഹോൺ അടിക്കുന്നത്. അമേരിക്കൻ ട്രെയിനുകളിൽ ഹോൺ അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലും തനിയെ അടിക്കാൻ തുടങ്ങും. തല പുറത്തിട്ട് കാറ്റ് കൊള്ളാൻ എന്താ ഒരു രസം. ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ബെല്ല് ഓഫാക്കണമെങ്കിൽ ഈ സ്വിച്ച് ഞെക്കണം. ഇതുപോലത്തെ ബെൽ സിസ്റ്റം നമ്മുടെ ഇന്ത്യൻ ട്രെയിനുകളിലില്ല. ഇവിടെ ഹോൺ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഫുൾ ത്രോട്ടിൽ കൊടുത്ത് ട്രെയിനിൻ്റെ സ്പീഡ് കൂട്ടാം. ഡീപ് കൂളിൻ്റെ PN750M എന്ന 750 വാട്ടിൻ്റെ മോഡുലാർ 80+ ഗോൾഡ് പവർ സപ്ലൈ ആണ് ഈ കമ്പ്യൂട്ടറിലുള്ളത്. ഈ ബിൽഡിനെ മനോഹരമാക്കുന്നത് ക്രിസ്റ്റൽ X6 ക്യാബിനറ്റിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്ന ഇൻഫിനിറ്റി കണ്ണാടികളുള്ള ARGB ഫാനുകളാണ്. ട്രെയിനിൻ്റെ കൺട്രോളുകൾ നമുക്ക് കീബോർഡ് ഉപയോഗിച്ചും വേണമെങ്കിൽ നിയന്ത്രിക്കാം. ഉദാഹരണത്തിന് സ്പേസ് ബാർ ഞെക്കി ഹോൺ അടിക്കാം. B കീ ഉപയോഗിച്ച് ബെൽ ഓഫ് ചെയ്യാം. V കീ ഞെക്കി വൈപ്പർ പ്രവർത്തിപ്പിക്കാം. ഈ ഗെയിം നമുക്ക് നല്ല ക്വാളിറ്റിയിൽ 1440p റെസൊല്യൂഷനിൽ കളിക്കാൻ പറ്റുന്നത് ഇതിൽ NVIDIAയുടെ RTX 3060 12GB ഗ്രാഫിക്സ് കാർഡ് ഉള്ളതുകൊണ്ടാണ്. DLSS ഫീച്ചർ ഉള്ളതുകൊണ്ട് ഒരുപാട് ഗെയിമുകൾ നമുക്ക് ഈ ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിച്ച് 1440p റെസൊല്യൂഷനിൽ കളിക്കാൻ പറ്റും. ഈ പി സിയുടെ പ്രോസസ്സറിനെ തണുപ്പിക്കുന്നത് പ്രോസസ്സറിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ AMDയുടെ എയർ കൂളറാണ്. എന്നാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് AK400 പോലുള്ള ഒരു വെർട്ടിക്കൽ കൂളർ വാങ്ങുന്നതാണ് നല്ലത്.
ഈ ബിൽഡിൻ്റെ വിശദമായ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ചാനൽ മെമ്പർ ആവുക.